വരുന്നത് ഈ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60%-ലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? സ്ഫോടനാത്മകമായിരിക്കും. അന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ സംശയം തള്ളതെന്ന്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടി മാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒന്നും കൂടി കേൾക്ക്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും. വ്യക്തി ഇത്രയും വ്യക്തമായില്ലേ? ഇനി ആർക്കാ വ്യക്തത ഇല്ലാത്തത്? വൈരുദ്ധ്യം കൂടും. വൈരുദ്ധ്യം അതിശക്തിയായിട്ട് കൂടും. അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യും. നിങ്ങൾക്കിപ്പം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നില്ല. ഞങ്ങൾക്ക് മാർക്സത്തിന് നല്ല 60% തൊഴിലില്ലായ്മ വരുമെന്നാണ് പറയുന്നത്. 5% തന്നെ തൊഴിലില്ലായ്മ വന്നാൽ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അത് 60% എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ വളരെ ഗുരുതരമായിരിക്കും. ഉറപ്പല്ലേ? അതല്ലാണ്ട് വേറെ വഴി എന്താ ഉള്ളത്? നിങ്ങൾ പറ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 60% ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുക, വാങ്ങൽ ശേഷി എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കുക. കാരണം തൊഴിലില്ലാതിരിക്കുമ്പോൾ ഇവർ എവിടുന്ന വാങ്ങുക? ഉപജീവനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക. സംഘർഷമില്ലാതെ പിന്നെ എന്ത് ചെയ്യും? വർഗ്ഗസമരത്തിലൂടെ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് AI ഉൾപ്പെടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുപയോഗിക്കാം. അല്ല, ഞങ്ങൾ CPIM-ൻ്റെ സമ്മേളനങ്ങളുടെ എല്ലാം നഗരയുടെ പേര് സഖാവ് കോടിയേരിയുടെ പേരാണ്. കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ്. അത്തരത്തിലുള്ള ഒരാളെ, മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന RSSൻ്റെ BJPയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന RSSകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? അതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം മഹാത്മാഗാന്ധിയല്ല സ്വാതന്ത്ര്യ സമര പോരാളി. ആരാ? സവർക്കറാണ് എന്ന് പറയുന്ന RSSകാരോടും BJPക്കാരോടും വേറെ എന്ത് പറയാനാ? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി. കോടിയേരിയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിലൊന്നും ഒരു BJPയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിച്ചാൽ പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, തീരുമാനമായിട്ടില്ല. അത് സംബന്ധിച്ച് ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ല, ട്രോളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സംഭവം. കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം GSTയുടെ ഭാഗമായിട്ട് അവർ പിരിച്ചു കൊണ്ടുപോവാണ്. നമുക്കൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഏതാ ബ്രൂവറിയിൽ നേരെ തീരുമാനിച്ചാണല്ലോ. അത് LDF നമ്മൾ ചർച്ച ചെയ്യാം. ആരുമായിട്ട് ചർച്ച ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, ആരുമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രയാസമില്ല. പ്രാദേശികമായ എതിർപ്പൊന്നും ഒരു പ്രാദേശികമായ എതിർപ്പുമില്ല. അതായത് കർണാടകത്തിലുള്ള സ്പിരിറ്റ് ലോബിക്കാണ് വലിയ സംഘർഷാത്മകമായ പ്രതിഷേധം. പറഞ്ഞതിൻ്റെ മലയാളം മനസ്സിലായോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ അവർക്ക് ഇവിടെ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി മുഴുവൻ. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. അവിടെ ജനങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബ്രൂവറി ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരാളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല പ്രശ്നം. കോടതിയിലാണ് ആ പ്രശ്നമുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കേണ്ട ആരും കാര്യമില്ല. കോടതി പറയട്ടെ. അപ്പോൾ ഈ വടകരയിൽ ഒരു വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എതിർപ്പൊക്കെ വരുന്നുണ്ട്. ഒരു എതിർപ്പുമില്ല, വെറുതെ പറയുന്നത് മാത്രമാണ്. ആ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യം നോക്കി ഒന്നും നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവസാനം പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരി. അല്ല, അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടതൊന്നുമല്ല. അതൊക്കെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. രാജേന്ദ്രനെ ഒഴിവാക്കാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. രാജേന്ദ്രനെ പാർട്ടിയുടെ ഭാഗമായി നിർത്താൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതേന്ന് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിരുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടാണ്ടിരിക്കും, വേറെ ഇമാതിരിയുള്ളവർ ഏതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. രാജേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി കേഡറായിരുന്ന സഖാവിനെ
പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പോരെ? മുകേഷിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ്? മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഇപ്പം എന്താണോ നിലപാട് ആ നിലപാട് തന്നെയാണ്. ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരണം. വിധി വരട്ടെ, അപ്പോൾ നമുക്കറിയാം. നേതൃത്വം പോലും അദ്ദേഹത്തിന്റെ പടകൾ അതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന്. അതും ഞങ്ങളിപ്പം ഞങ്ങളുടെ മുമ്പിലില്ല. CPIM-ന്റെ മുമ്പിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ചാർജ് ഷീറ്റ് കേസ് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് കൊടുക്കണം. ഒരു പ്രശ്നം എടുക്കുന്നില്ല. ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമല്ലോ. കിട്ടുമോ? അത് കിട്ടുമോ? അതെങ്കിൽ ഞാൻ ഉറപ്പാണ്. ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് തന്നെയാണ് പറഞ്ഞത്. ശരി. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യലിസത്തിലേക്കുള്ള വഴി പാതയൊരുക്കും എന്നൊക്കെയാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അത് ചൂഷണത്തിന് വിധേയമാക്കും, മുതലാളിത്ത രാജ്യങ്ങളിൽ സമ്പത്ത് കുന്നുകൂടും എന്നൊക്കെ ആ നിലപാട് ഒന്ന് മാറ്റി പറയുകയാണ്. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പക്ഷേ ആ നിലപാടിൽ ചെറിയൊരു മാറ്റം